ഇന്നും ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ ദോശയാണേ. ദോശ അരച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മാവ് മുഖത്ത് കേൾക്കണം, അത് അതിൻ്റെ ഒരു സുന്നത്താണല്ലോ. ഞാൻ ചോറ് വെക്കുന്ന കുക്കറിലാണ് കേട്ടോ. അപ്പോൾ ചോറ് വേഗം വെച്ച് ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴാടാ ഈ പണിമുടക്കെന്ന് പറയുന്ന ചില സാധനങ്ങൾ കയറി വരുമല്ലോ. ദേ വന്ന് നിൽക്കുന്നു പണിമുടക്കായിട്ട്. നല്ല കൂറിലാണെങ്കിൽ നമുക്ക് നല്ല ഹെൽപ്പാണ് കേട്ടോ ഈ നിൽക്കുന്ന ആളെ കൊണ്ട്. അല്ലെങ്കിൽ നമ്മുടെ വായിലെ വെള്ളം പറ്റും. ഞാൻ വാവൊന്നെ മുത്തേ പല്ലേക്കടാ, ദുവാ കാണൂടാ, വീഡിയോ അവർ കാണൂടാ ഇവർ കാണൂടാ എന്നൊക്കെ പറഞ്ഞ് ഒരു കണക്കിന് ആളേനെ കൊണ്ട് ബ്രഷ് എടുപ്പിച്ച്. അപ്പോഴാണ് പാല് തിളച്ച് പൊങ്ങിയത്. 1 മിനിറ്റ് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിരുന്നെങ്കിൽ പാല് മൊത്തം പോയേനെ. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ തോട്ടത്തിലോട്ടൊന്ന് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാമെന്ന്. ഇത് കണ്ടോ, ഞാൻ നട്ട ബന്ധിയാണ്, എന്നെ പോലെ ഹൈറ്റിലാണ് നിൽക്കുന്നത്. ഈ പൂ കാണുമ്പോൾ എനിക്ക് വണ്ണാത്തി ആ ഒരു പാട്ടില്ല, അത് ഓർമ്മ വരും. ഇതാണ് എൻ്റെ ചീര. അപ്പോൾ വിചാരിച്ച് ഇന്നൊരു ചീരത്തോരൻ വെക്കാം. സാമ്പാർ സെറ്റാക്കിയിട്ടുണ്ട്. ചീരത്തോരൻ വെക്കാൻ വേണ്ടി നമുക്കൊരു ചീര മതിയല്ലോ. ഈ ചീരയുടെ വിത്ത് വേണമെങ്കിൽ ഈ നമ്പർ ഞാൻ കൊടുത്തേക്കാം, ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല മുഴുത്ത ഇലകളാണ്. ഒരു 2 ചീര ഉണ്ടെങ്കിൽ ഒരു വീട്ടിൽ അത്യാവശ്യം തോരൻ വെക്കാൻ പറ്റും. ഇതേ നമ്മുടെ ആപ്പിൾ ചെടിയാണ്. ഇതേ കണ്ട, ഈ ചീരയുടെ ഇലയുടെ വലിപ്പം കണ്ട. അങ്ങനെ ചീര ഞാൻ തോരനാക്കി, അതിൻ്റെ കൂടെ ഇച്ചിരി മുട്ടയൊക്കെ ഇട്ട് ദേ സാമ്പാർ, എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ. പിന്നെ കുത്തിരിച്ചോറാണ് കേട്ടോ. കുക്കറിൽ വെക്കുന്ന ചോറാന്ന് കണ്ടാൽ പറയത്തില്ലല്ലോ, ഞാൻ പറയത്തില്ല. അപ്പോൾ എനിക്ക് വയ്ക്കാക്കുള്ള ചോറ് പാത്രത്തിലാക്കി ചീരത്തോരനും വെച്ച് കണ്ട. ഒരു വീട്ടിലേക്ക് അത്യാവശ്യം വെക്കാനുള്ള ചീരത്തോരന് ആ ഒരു ചീരയിൽ നിന്ന് എനിക്ക് കിട്ടി. പിന്നെ ഇച്ചിരി അച്ചാറുമൊക്കെ വെച്ച്. അപ്പോൾ ചീരവിത്ത് വേണ്ടവർ ഞാൻ നമ്പർ കൊടുത്തേക്കാം കേട്ടോ. വെറുതെ പറഞ്ഞല്ല, കാര്യത്തിൽ പറഞ്ഞതാണ്. അപ്പോഴാണ് ഹനിയ ഇളകിയത്. എല്ലാ ദിവസമുള്ളതായി ഇളക്കം. പിന്നെ ടിഫിൻ കൊണ്ടുപോകാനുള്ള സാധനമൊക്കെ കാണിച്ച് ഇളക്കമൊക്കെ മാറ്റി പാത്രം കഴുകി അടുക്കള ക്ലീനാക്കി മക്കളെ. അപ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ അത് ഇതുപോലെ ചെയ്യുന്നവർക്കേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ പിള്ളേർ തീറ്റിക്കലായി ഒരുങ്ങലായി. ഇന്ന് കല്യാണത്തിന് പോകുന്ന പോലെയാണ് കേട്ടോ കോളേജിൽ പോകുന്ന. യൂണിഫോമൊന്നും ഇല്ല, യൂണിഫോം ഇടാതെയാണ് പോയത്. ഇവൾമാരെ ഒരുക്കി ഞാനും ഒരുങ്ങി ഇറങ്ങി. പിന്നെ എല്ലാം ഷടപടേന്നായിരിക്കും. പെട്ടെന്ന് വണ്ടി എടുക്കുക, അതെടുക്കുക, മറ്റെടുക്കുക, മറിച്ചെടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ സ്പീഡ് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് എങ്ങനെയും 10 മണിയാകുമ്പോൾ ചേർത്തലെത്തണം. അതാണ് നമ്മുടെ നെയ്യത്ത്. അവന്മാരൊക്കെ ആ പോക്കൊക്കെ കണ്ട. പിന്നെ വണ്ടി എടുത്ത് അവരെ ഇരുത്തി കോളേജിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവരെ സ്കൂളിൽ കൊണ്ടാക്കി. അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴേക്കും നമ്മുടെ സാരഥി ഓടി വന്നു. ഷാന, തനിയെ വീഡിയോ കാണിച്ചിട്ടേ ഇല്ലേ? വീഡിയോ ഇഷ്ടമായി ലൈക്കാൻ മറക്കരുത്.